കേരള നവോത്ഥാന നായകരെക്കുറിച്ചുള്ള 13ാമത്തെ വീഡിയോയാണിത്. ഈ വീഡിയോയിൽ അയ്യത്താൻ ഗോപാലനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 1861 മുതൽ 1948 വരെയായിരുന്നു. 1861 മാർച്ച് 3-നാണ് അദ്ദേഹം ജനിച്ചത്. അനാചാരങ്ങളോടുള്ള പ്രതിഷേധം സ്വന്തം കുടുംബം മുറിച്ചുകൊണ്ടാണ് ഗോപാലൻ പുറത്തു കാട്ടിയത്. അതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. 1898 കോഴിക്കോട് ബ്രഹ്മസമാജം തുടങ്ങിയപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപൃതനായി. സ്ത്രീ പുരുഷ സമത്വം, മിശ്രവിവാഹം, മിശ്രഭോജനം തുടങ്ങിയവയായിരുന്നു അയ്യത്താൻ ഗോപാലൻ പ്രധാനമായും ഏറ്റെടുത്ത സാമൂഹിക വിഷയങ്ങൾ. ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തനങ്ങളെ നവോത്ഥാന മൂല്യങ്ങളുമായി ബന്ധപ്പെടുത്താനാണ് അയ്യത്താൻ ശ്രമിച്ചത്. അതിനായി അനവധി പ്രാർത്ഥനാഗാനങ്ങളും ലേഖനങ്ങളും അദ്ദേഹം രചിച്ചു. മാനവികതയെ മുൻനിർത്തിയുള്ള ആശയങ്ങൾ കുട്ടികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനായി സുഗുണവർദ്ധിനി എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മയുടെ മലയാള പരിഭാഷ നിർവഹിച്ചത് അയ്യത്താൻ ഗോപാലനാണ്. 1948 മെയ് 2-ന് അയ്യത്താൻ ഗോപാലൻ മരണമടഞ്ഞു. അയ്യത്താൻ ഗോപാലന്റെ സാമൂഹ്യ സേവനങ്ങളെ പരിഗണിച്ച് 1917 ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹിബ് പട്ടം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. Please don't forget to subscribe to MalluTube for latest updates. So please subscribe and thank you for watching MalluTube.